ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ വായിച്ചു. വിപിൻ, അവിടെ എന്താ സംഭവിക്കുന്നത്? വിപിൻ, യെസ് SKN, ഇപ്പോൾ ഈ മജിസ്ട്രേറ്റിന്റെ മുൻപാകെ നിന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നു. രഞ്ജിത്ത് റിമാൻഡിൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിവരം. SKN പുറത്തു വരുന്നു. രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മജിസ്ട്രേറ്റിൻ്റെ വീടാണിത്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ വനിതാ ജഡ്ജാണ്. അവർ പുറത്തു വരുന്ന ഈ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ അഭിഭാഷകനും പോലീസുകാരും പുറത്തു നിൽക്കുകയാണ്. പുറത്തു നിന്നിട്ടാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് തൊടുപുഴയിൽ നിന്നും സംവിധായകനും നടനുമായിട്ടുള്ള രഞ്ജിത്ത് അറസ്റ്റിലാവുന്നത്. പിന്നീട് പോലീസ് ദ്രുതഗതിയിലുള്ള അതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ്. സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ടൗൺ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ലൈംഗിക അതിക്രമ പരാതിയിൽ വളരെ വേഗത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. അത് ടൗൺ സബ് ജയിലിലേക്കാണ് എന്നുള്ളത് കൂടിയുണ്ട്. പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി പുറത്തേക്ക് വരികയാണ്. SKN, ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അറിയില്ല, നോക്കാം, അന്വേഷിക്കാം. അല്ല, അതെ, റിമാൻഡിലാണ്. 13/4 വരെ റിമാൻഡിലാണ്. 13/4 വരെ റിമാൻഡാണ്. ജാമ്യാപേക്ഷ ഇന്ന് ഇന്ന് കോടതിയിൽ വാദം കേൾക്കും. ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വാദം കേൾക്കും. ഇല്ല, ഇപ്പൊ ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. കംപ്ലൈന്റിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് നോക്കിയിട്ടേ വാദം പറയാം. അതെ, എറണാകുളം സബ് ജയിലിലേക്ക് ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ പരിഗണിക്കും. ഇന്ന് രഞ്ജിത്ത് പറഞ്ഞത് അങ്ങനെയാണ്. രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഈ പരാതിയിൽ കഴമ്പില്ല, സത്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അതിൽ കൂടി ഇല്ല, അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അല്ല, അത് കോടതി കിടക്കുന്ന കാര്യങ്ങളല്ലേ. ഇല്ല, അല്ല, ഇത് റെഗുലർ ബെയിലാണ്. മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഇതിലിപ്പോ നേരത്തെ നമ്മൾ എന്തെങ്കിലും കേസിനെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇല്ല, കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഇല്ല, ലീഗൽ ഒപ്പീനിയൻ ഒന്നും എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് തന്നെയുള്ള സാറും കയറി വന്നത്. നേരത്തെ അറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതിന് വരെ നേരെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുക. പ്രശ്നങ്ങളുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണ്. സ്പൈൻ സർജറി കഴിഞ്ഞതാണ്. അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വാദം പറയുന്നത് ഇല്ല, അത് കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് കോർട്ട് നമ്പർ 1-ലാണ്. രാവിലെ വരെ എല്ലാവരും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞത്. പക്ഷെ അവർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതെ, അതുകൊണ്ടാണ്. ജാമ്യാപേക്ഷയിൽ നമ്മൾ എന്താ പറയുന്നത്? ഇല്ല, ജാമ്യാപേക്ഷയിൽ ലീഗലായിട്ട് സാധാരണ പറയുന്ന കണ്ടീഷൻസ് വാദത്തിലാണ്. ശരിക്കും ഇവിടെ നിന്ന് ജാമ്യം കിട്ടേണ്ടതായിരുന്നു എന്നാണ് കരുതുന്നത്. കോടതിയല്ലേ തീരുമാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.